നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക. ഒന്നും നോക്കരുത്. അതിൽ കുറേ നെഗറ്റീവ് വരും. തിരിച്ച് വലിക്കാൻ ആൾക്കാരുണ്ടാകും, അടിക്കാൻ ആൾക്കാരുണ്ടാകും. എന്നാലും നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു സമയത്ത് രാത്രി കരടി വന്ന സമയത്ത് ഞാൻ പേടിച്ചിട്ട് പാത്രമൊക്കെ കൊട്ടി ഒച്ചപ്പാടാക്കുന്ന ഒരു വിഷ്വൽസ് ഞാൻ ലൈവ് ഇട്ടായിരുന്നു 2 മണിക്കൊക്കെ. അതിൻ്റെ അത്ര വില കൊടുപ്പുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. സ്വർണ്ണത്തിനെക്കാട്ടും വിലയുണ്ടല്ലോ. 1 കിലോ യാർസകുമ്പോൾ 15 ലക്ഷം എന്ന് പറയുമ്പം അത് ചെറിയ പൈസയല്ല. 2 മാസത്തോളം ഞാൻ അത് കഴിച്ചായിരുന്നു. ബാഗൊക്കെ എടുത്തിട്ട് ഈ വണ്ടിയിലെടുത്ത് വന്നപ്പം ആ വണ്ടിയിനുള്ളിലിരുന്ന ആ സാറ് പറഞ്ഞു അവനെ കയറ്റണ്ട പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയ്യോ, അത് എനിക്ക് ഒന്നും തളർന്നു പോയി ജീവിതത്തിൽ. എനിക്ക് 50,000 രൂപ 60,000 രൂപയൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് 2 തവണ കിട്ടിയ ഏറ്റവും വലിയ ഏണിങ്സ്. എല്ലാവരും ചിന്ത എന്ന് പറയുന്ന ലക്ഷങ്ങൾ വാരാന്നൊക്കെയാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആനമുടിയൊക്കെ ഒന്ന് തനിച്ച് കയറണമെന്ന്. ഗവൺമെൻറ് അലോഡ് ചെയ്തില്ലെന്ന് അറിയാം. പുലുക്കുമലയിലൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യണം. അതൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതൊന്ന് നമ്മുടെ ഗവി, വാഗമൺ, മൂന്നാർ, ഇടുക്കിയൊക്കെ ഒന്ന് സഞ്ചരിക്കണം. ഇടുക്കി വയനാടൊക്കെയാണ് കേരളത്തിൽ തണുപ്പ് കിട്ടുന്ന ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത്. ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യം പെറു ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യാത്രയിൽ മതം ചോദിച്ച ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഗവൺമെൻറ്റിലേക്ക് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വൈദ്യുതി, അവർക്ക് വേണ്ട കുടിവെള്ളത്തിനുള്ള നല്ല സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. ഈ വീഡിയോയിലൂടെ അവർക്കത് ലഭിക്കുമൊക്കെ എൻ്റെ ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു യൗവനം എനിക്ക് യാത്രകളിലൂടെ മുന്നോട്ട് പോകണം. എൻ്റെ കുടുംബത്തിന് എനിക്ക് ചേർത്ത് പിടിക്കണം. നല്ല കാഴ്ചകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരു സഞ്ചാരിയാവണം. ഹിമാലയ താഴ്വാരത്തുള്ള യാത്രയിൽ സ്വാഭാവികമായിട്ടും ഈ മൊണാസ്ട്രികൾ, അതുപോലെ ഈ ബുദ്ധ വിഹാരങ്ങൾ, അവരുടെ ഈ മോങ്സ്, അതെ അതെ ആ ഒരു കാഴ്ചകളും അവരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുമല്ലോ. ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാ അനുഭവങ്ങൾ? ലഡാക്കിലെ ലാമയൂർ എന്നൊരു സ്ഥലമുണ്ട്. ലാമയൂർ ലഡാക്കിലെ ലേയിലാണെന്ന് ഞാൻ ഓർക്കുന്നു. മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. നമ്മളിപ്പോൾ വീട് ഇടിഞ്ഞു പോകുന്ന തോന്നും. മഴ പെയ്താൽ അതെങ്ങനെ നിൽക്കുമോ? ഒരു ചേടി മണ്ണൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അവിടുത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ വലിയ മൊണാസ്ട്രീസ് ഉണ്ട്. അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചായിരുന്നു. അവരുടെ ഡ്രസ്സൊക്കെ ഒരു ചുവന്ന കളറുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. മെറൂൺ കളറിലുള്ള. അതെ, മെറൂൺ കളറുള്ളത്. അവരുടെ കയ്യിൽ മാല ഉണ്ടാവും. എപ്പോഴും മാല കൊണ്ട് ഇങ്ങനെ മന്ത്രിക്കും. എല്ലാ മതക്കാരെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജനത. അവർ മതം ചോദിക്കത്തില്ല. ഒരു സഞ്ചാരികളോടും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യാത്രയിൽ മതം ചോദിച്ച ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. അത്രയും സപ്പോർട്ടായിരുന്നു. എന്നാൽ ഇവർ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ശാന്തത ഇഷ്ടപ്പെടുന്നവർ. ഭയങ്കര ശാന്തത. അത് നമ്മൾക്ക് പകർന്നു തരുന്ന രീതി ഉണ്ടല്ലോ. അവർ പറയാറുണ്ട് ഇവിടെ മഴേനെ ഇവർക്ക് പേടിയാണ്. മഴ വരില്ല. അവർ പറയും മഴ വന്നാലും ഒരു ലിമിറ്റിൽ മാത്രമേ ഇവിടെ മഴ പെയ്യത്തുള്ളൂ. മഴ വരാതിരിക്കാനും മഴ വരാനൊക്കെ ഇവർ മന്ത്രം ചൊല്ലും പോലും ഈ മാലിനോട്. അതൊക്കെ അവർ ജീവിതത്തിൽ കിട്ടുന്നതാണ് അവർ പറയുന്നത്. അവരുടെ കയ്യിൽ. അതെ അതെ, അതിന് മാന എന്ന് പറയും. മാന, ഈ കറക്കുന്നതിനെ മാന എന്നാണ് പറയാം. ഒരു നമുക്ക് ഒരു വ്യത്യസ്തം. നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ കാണാത്ത ധാരാളം കാഴ്ചകളുണ്ട്, ധാരാളം സംസ്കാരങ്ങളുണ്ട്. അത് ആരും എത്തിപ്പെടുന്നില്ല എനിക്ക് തോന്നുന്നു. എല്ലാവരും ടൂറിസ്റ്റ് ഏരിയകളിലാണ് കൂടുതലും പോകത്തുള്ളൂ. പക്ഷെ ഇവരെ ഈ മാനയൊക്കെ ഒന്ന് കറങ്ങി വരുമ്പം നമ്മളും ഇവരെ കൂടെ ആയല്ലോ, ഇന്ന് നമ്മൾ ഇവരെ പോലെ ഒരാളാണല്ലോ, ആ ഒരു ചിന്ത മനസ്സിനൊരു സന്തോഷം കിട്ടിയതുപോലെ അങ്ങനെയൊക്കെയാണ്. ധാരാളം ഈ ഭൂപ്രദേശങ്ങൾ, വ്യത്യസ്തമായ ടെറൈനുകൾ, അതെ അതെ കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ. വ്യത്യസ്തമായ ഗ്രാമങ്ങളൊക്കെ. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഹിമാലയൻ ഐബക്സിനെ പോലെ, സ്നോ ലെപ്പേർഡിനെ പോലെ പലതരം ജീവജാലങ്ങളുടെ കൂടി ചില വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ഉണ്ട് അവിടെ. അതെ തീർച്ചയായിട്ടും. കിബ്ബറൊക്കെ പോലെയുള്ള പ്രദേശം. കിബ്ബർ, കോമിക്ക്. യെസ്. അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങളെ ഒക്കെ യാത്രയിൽ കണ്ട് കിട്ടാറുണ്ടോ? ഹിമാലയൻ ഐബക്സ് ധാരാളമാണ്. ഒരു സമയത്ത് ഞാനൊരു കൊമ്പ് ഇങ്ങനെ വളർത്തിയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഒരു മല കയറി 4000-5000 മീറ്ററിലൊക്കെ ആയിരുന്നു സ്ഥലമുള്ളത്. അത് സ്പിറ്റി വാലിക്ക. വെറുതെ ഒരു ആവേശം തോന്നിയപ്പം ഞാനൊരു കുപ്പായ കഴിച്ചിട്ടായിരുന്നു ഞാൻ കയറിയിട്ടൊരു വീഡിയോ. ഒരു തമാശ രീതിയിൽ ഇട്ടതാണ്. എന്നിട്ടൊരു കൊമ്പ് കിട്ടി. ഹിമാലയൻ ഐബക്സിൻ്റെ ആണ്. അത് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ആണ്, ചിത്രം അതുകൊണ്ട് കേരളത്തിൽ വേറെ തന്നെ പോലീസ് വെക്കും. പക്ഷെ അവിടെയൊക്കെ കോമൺ ആയിട്ട് വയ്യോരങ്ങളിൽ കിട്ടുന്നതാണ്. മഞ്ഞുപുലികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ സമയത്തൊന്നും എനിക്ക് നല്ല ക്യാമറ ഉണ്ടായിരുന്നില്ല. കരടുകളെ കണ്ടിട്ടുണ്ട്. നല്ല എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോഴും ലാസ്റ്റ് ജോഹാർ പോയപ്പം ഒരാടുകൾ, ഹിമാലയത്തിലെ ആടുകളുടെ വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കരടികളുടെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് വളരെ ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലൊക്കെ കിട്ടിയത്. ഈ കരടികൾ അപകടകാരികളായ ജീവികൾ കൂടിയാണല്ലോ. നമ്മൾ അതിൻ്റെ മുന്നിൽ വന്ന് പെട്ടാൽ സ്വാഭാവികമായിട്ടും അറ്റാക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അത്തരം അപകടകരമായ സിറ്റുവേഷൻസിലൂടെയും കടന്നു പോയിട്ടില്ലേ? ലഡാക്കിലാണ്. ആ സമയത്ത് എൻ്റെ ലൈവ് ഇട്ട ആൾക്കാർക്ക് മാത്രമേ ഇത് സത്യമാണെന്ന് വിശ്വസിക്കത്തുള്ളൂ. ലഡാക്ക് എന്ന് പറഞ്ഞാൽ മട്ടിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ജമ്മു കാശ്മീർ സ്റ്റാർട്ട് ചെയ്യുന്നത്. JNKൻ്റെയും നമ്മുടെ ലഡാക്കിൻ്റെ ഒരു ബോർഡർ ഏരിയ കളന്ന് ദ്രാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാർഗിലാണ്. ലോകത്തിലെ 2ാമത്തെ മനുഷ്യൻ താമസിക്കുന്ന തണുത്ത ഭൂഖണ്ഡം എന്നാണ് ദ്രാസ് അറിയപ്പെടുന്നത്. നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയലൊക്കെ അതിന് തൊട്ടടുത്താണ്. മട്ടിയാനും ദ്രാസിൻ്റെ അടുത്താണ് കരടികൾ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ ടെൻ്റ് അടിച്ചിട്ട് എൻ്റെ ഒരു അനുഭവമുണ്ട്.
എല്ലാവരും വിശ്വസിക്കും എനിക്കറിയത്തില്ല. ടെൻ്റ് അടിച്ചത് ഒരു വൈൽഡ് ലൈഫ് ഏരിയ, അതായത് വലിയ കാടുകളില്ലാത്തൊരു ഭൂപ്രദേശം. രാത്രി എൻ്റെ ഇതൊക്കെ ഉണ്ട്, സോളാർ ലൈറ്റുകളുണ്ട്. 3 സൈഡിലും സോളാർ ഫിറ്റ്. ഒരു വീട് പോലെയായിരുന്നു എൻ്റെ താമസമൊക്കെ. വലിയൊരു ലക്ഷറി ഒക്കെ ആയിട്ട് കാടിനകത്ത്. ആ ഒരു സമയത്ത് രാത്രി കരടി വന്ന സമയത്ത് ഞാൻ പേടിച്ചിട്ട് പാത്രമൊക്കെ കൊട്ടി ഒച്ചപ്പാടാക്കുന്ന ഒരു വിഷ്വൽസ് ഞാൻ ലൈവ് ഇട്ടായിരുന്നു 2 മണിക്കൊക്കെ. അത് കണ്ട എൻ്റെ മലയാളി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനടിയിലും കമൻ്റ് ഇടുന്നത് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിനം കഴിഞ്ഞ് പോയപ്പം അവർ രാവിലെ ഒരു അഫ്സൽ എന്നൊക്കെ പറഞ്ഞ ഒരാളെ തന്നു. അവിടുത്തെ ലോക്കലാണ്. കാശ്മീർ ടച്ചുള്ള ആൾക്കാർ ഏകദേശം. അവർ വന്നിട്ട് ഒരു കടയുണ്ട് ഒരു 1-2 കിലോമീറ്റർ മാറിയിട്ട്. ആദ്യം അന്വേഷിച്ച മനുഷ്യൻ അന്യായിരുന്നു. അവരൊരു മോനും ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് പറയാണ്, "ചിത്ര നിനക്കൊരു കാഴ്ച കാണിച്ചുതരാം, നീ വാ." ഇവരെ കടയത്തെ സാധനങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞു. അത്ര അതിശക്തരാണ് കരടി എന്ന് പറയുന്നത്. ഗിൽസൊക്കെ പൊളിച്ചിട്ട് ഉള്ളിലുള്ള കേക്കും നമ്മുടെ മിഠായി പോലത്തെ സാധനം വലിയ വലിയ സാധനങ്ങൾ കട്ടുകൊണ്ട് പോകും. അരി, ഇതൊക്കെയാണ് കരടീൻ്റെ ഹോബീസ് എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ ഗ്രാമങ്ങളിൽ ഓരോ വർഷത്തിൽ ഇവർ റിപ്പയർ ചെയ്യും ഇവരെ വീട്. തിരിച്ച് വന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ ഇവർ മൈഗ്രേഷൻ ചെയ്യും. യെസ്. ഇവർ യാർസ കുമ്പക്കും കീടജടിക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ എക്സ്പീരിയൻസ് അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ നിന്ന് അവർ താഴേക്ക് ഇറങ്ങിപ്പോകും. ഇവർ മൈഗ്രേഷൻ ചെയ്യും. യെസ്. ലാസ്റ്റ് ജോഹാർ ആയിരുന്നു. പിത്തോരാഗഡ് ഉണ്ട്, ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് ഡിസ്ട്രിക്ട്. ടിബറ്റിനോടും നേപ്പാളിനോടും ബോർഡർ പങ്കിടുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് പിത്തോരാഗഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു വാലിയാണ് ജോഹാർ വാലി. ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഉള്ളതും ജോഹാർ വാലിയിലാണ്. മിലം ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നതും ഗൗരി ഗംഗ നദിയുടെ ഉത്ഭവമായ മിലം ഗ്ലേസിയർ ഉള്ളതും ജോഹാർ വാലിയിലാണ്. 5 കൊടുമുടികൾ ഉള്ളതും ഈ ജോഹാർ വാലിയിലാണ്. ഇവിടുത്തെ ഗ്രാമവാസികൾ ഏകദേശം ഒരു 6 മാസം ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കീടാജടി ഇല്ലെങ്കിൽ യാർസ ഗുംബ. 1 കിലോന് 15 ലക്ഷമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. പിന്നെ ഗന്ത്രാണ്, മെഡിസിനാണ്, തുറു ചോക്ക്, ഇതൊക്കെ ഹിമാലയത്തിൽ നിന്ന് കിട്ടും. ഷിലാജിത്ത്, ഇത് എടുക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അതിൻ്റെ കൂടെ കന്നുകാലി വളർത്തലും ആടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. പിന്നെ ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി. തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. അവർ തിരിച്ചിറങ്ങി പോകുമ്പം ഇവരുടെ വീട്ടിൻ്റെ മേലെന്ന് പറയുന്നത് സ്ലേറ്റാണ്. പാറേൻ്റെ വലിയ സ്ലേറ്റ് പാകിയിട്ട് മണ്ണിട്ടൊരു വീടാണ്. ഇത് മാറ്റിയിട്ട് കരടി അകത്ത് കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും. ഓ. ഓരോ വർഷത്തിലും ചില വീടുകൾ നശിച്ചു പോയിട്ടുണ്ട് ഇവരെ ഈ കരടികളുടെ ആക്രമണം കാരണം. ആ സമയത്ത് മനുഷ്യരുണ്ടാവില്ലല്ലോ. മനുഷ്യരടുത്തേക്ക് വന്ന് ആക്രമിക്കത്തില്ല. മനുഷ്യനില്ലാത്ത സ്ഥലങ്ങളിൽ വന്നിട്ട് പോകും. ഈ യാത്രക്കിടയിൽ നമ്മൾ ധാരാളം ആളുകളെ കണ്ടുമുട്ടുന്നു. ആ ആ പ്രദേശത്തുള്ള ഗ്രാമീണരെ മാത്രമല്ല, നമ്മളെപ്പോലെ തന്നെ വന്ന സഞ്ചാരികളുണ്ടായിരിക്കും. പല ദേശക്കാരായ മനുഷ്യരുണ്ടായിരിക്കും. അങ്ങനെ കിട്ടിയ സൗഹൃദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഓർത്തെടുക്കുക? എടുത്തു പറയേണ്ടത് ജയ്പൂരിലൊരു സൈക്കിൾ സഞ്ചാരിയുണ്ട്. എൻ്റെ കൂടെ 1 മാസം ഉണ്ടായിരുന്നു. 1 മാസം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് സൈക്കിൾ ഉന്തി എൻ്റെ കൂടെ കൂടിയായിരുന്നു. നമ്മുടെ യാത്ര ചെയ്ത് ഉത്തരാഖണ്ഡിലൂടെയാണ്. ഉത്തരാഖണ്ഡിലെ മലയോര ചമോലി ജില്ലകളിലൂടെ. ഈ മനുഷ്യൻ്റെ വിനോദം എന്ന് പറയുന്നത് എന്നെപ്പോലെ ഭക്ഷണം തനിച്ച് കുക്ക് ചെയ്യണം. എൻ്റെ കൂടെ ഭക്ഷണം കുക്ക് ചെയ്യാൻ വരുവാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടി ദൂരങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തോളൂ. എത്ര വിചാരിച്ചാൽ നിങ്ങൾ ഈ ഭാരം കൊണ്ട് സൈക്കിൾ ഉന്തുക. നിങ്ങൾ കൂടെ എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു 2-3 ദിവസമെങ്കിലും എന്നെ കൂട്ടിക്കൂടെ. അങ്ങനെ പുള്ളിക്കാരൻ ഒരു സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് കണ്ടുമുട്ടി അവിടെ ടെൻ്റ് അടിക്കും. ജയ്പൂരിലെ പുള്ളിക്കാരൻ്റെ ഒരു വ്ളോഗൊക്കെ ഉണ്ട് കേട്ടോ. വ്ളോഗർ മണ്ഡൽ ബായ് എന്നൊക്കെയാണ് അവരെ വലിയ വലിയ ടൈറ്റിലൊക്കെയാണ് അവർ അറിയപ്പെടുക. യെസ്. വലിയൊരാളാണ് കേട്ടോ. അവരോടെ ക്യാമ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസ്. ഒരാൾ വന്ന് അവരെ ദേശത്തിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ മോമോസൊക്കെ പുള്ളിക്കാരൻ ക്യാമ്പിൽ എനിക്ക് ഉണ്ടാക്കി തന്നു. മോമോസും കാര്യങ്ങളൊക്കെ ഇത് നീ കഴിച്ചോളൂ. ചിക്കൻ മോമോസും മട്ടൻ മോമോസൊക്കെ ഉണ്ടാക്കി തരുക പുള്ളിക്കാരൻ്റെ കൈ കൊണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയായിരുന്നു. അപ്പോൾ സ്നേഹമുള്ള കുറേ മനുഷ്യരെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതിൽ ഹിമാചലിലെ ഒരു യാത്ര കൂടി ഉണ്ടായിരുന്നു. കെയ്ലോങ് എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞായിരുന്നല്ലോ. ഈ കെയ്ലോങ് എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെ മുകളിൽ കർദാങ് എന്ന് പറഞ്ഞ ഒരു ബുദ്ധ മൊണാസ്ട്രി ഉണ്ട്. അവിടെ ഞാൻ ഏകദേശം ഒരു 2 ആഴ്ച ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. ഏകദേശം 3500 മീറ്ററിലാണ് ഈ തണുത്ത ടെറൈൻ വരുന്നത്. അവിടുത്തെ ഒരു ബുദ്ധ മൊണാസ്ട്രി ഒരു ജീവനക്കാരനാണ്. എന്നെ എന്നും കാണാൻ വരും. അവരെ ചപ്പാത്തിയൊക്കെ ഇല്ലേ, ചപ്പാത്തി, ദാല്, അതിൻ്റെ ഒരു വെണ്ടക്ക കൊണ്ട് എന്തൊക്കെ സബ്ജി ഈ ടെൻറ്റിനകത്ത് കൊണ്ടുതരും എനിക്കെന്നും രാവിലെ. എന്നെ കാണാൻ വേണ്ടി വരും. എനിക്ക് സുഖമാണോടോ, നീ ഭക്ഷണം കഴിച്ചോ, ഇതിൻ്റെ അകത്ത് വിശേഷം, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നോ, അവിടെ നിന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. എനിക്ക് മടിയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലൊന്നും ഇല്ല ആ സമയത്തൊന്നും. ഇവരുടെ അടുത്ത് പോകാനുള്ളൊരു മടി, മനസ്സിലൊരു മടി പോലെ തോന്നിയിട്ട് ഞാൻ സാറിൽ ഒരുപാട് സന്തോഷം. അതുകൂടാതെ തന്നെ ലഡാക്കിലെ ഗ്രാമത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ലഡാക്ക് യാത്രയിൽ ഒരു അച്ഛനും അമ്മയും അവരുടെ അടുത്ത് എത്തിപ്പെട്ട ഒരു ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പനി പിടിച്ചിട്ട് അവരെ പറമ്പിലാണ് ഞാൻ 2 ആഴ്ച ടെൻ്റ് അടിച്ചത്. അത്രയും പനി, എനിക്ക് വയറുവേദനയും ഛർദിയും. അപ്പോൾ അവരെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാനും എനിക്ക് മടിയായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ എന്നും 1/2 മണിക്കൂർ 1 മണിക്കൂർ എൻ്റെ ടെൻറ്റിന് മുമ്പ് കുത്തിയിരിക്കും വന്നിട്ട്. വെറുതെ വന്നിരിക്കും. എനിക്ക് കരച്ചിൽ വരാം കാണുമ്പോൾ. ഇപ്പോൾ ഞാൻ 2ാമത് വരെ കാണാൻ പോയായിരുന്നു. ആ 2ാമത് കാണാൻ പോകുന്ന സമയത്ത് ആ മനുഷ്യന് ഒരുപാട് പ്രായമായിപ്പോയി. അവർ മക്കളൊക്കെ പുറത്താണ് ജീവിക്കുന്നത്. ഒരു പക്ഷേ മക്കളെ കാണാതെ ജീവിക്കും. മക്കൾ അത്രമാത്രം ഹൈ സാലറി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്.
മക്കളെ കാണാതെ ജീവിക്കുന്ന കൊണ്ടായിരിക്കാം എന്നോട് ഒരുപാട് സ്നേഹം തോന്നി അവർക്ക്. സത്തു എന്നൊക്കെ പറയും. നമ്മുടെ ബാർലിയാണ് തോന്നുന്നു. ബാർലിൻ്റെ പൊടിയൊക്കെ എനിക്ക് കുറേ കൊണ്ടുതരും. വാൾനട്ട് കിലോ കണക്കിന് കൊണ്ടുതരും. അതിനൂടെ ആപ്പിൾ കൊണ്ടുതരും. എന്തിനാ കൊണ്ടുതരുന്നത് എനിക്കറിയത്തില്ല. വളരെ എന്നോട് ഒരുപാട് സ്നേഹം തോന്നിയ ഒരു നിമിഷം. ഞാൻ അവരെ രണ്ടാമത് കാണാൻ പോയപ്പം അവരെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ഭയങ്കര സങ്കടം തോന്നിപ്പിക്കുന്ന ഒരു കാലിന് മുടന്തൊക്കെ ആയിട്ട്. അതെന്നെ ഒരുപാട് തളർത്തിയായിരുന്നു ആ യാത്രയില്. ഉം. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. അതെ. ഈ യാത്രക്കിടയിൽ നമുക്ക് ഇതുപോലത്തെ വാൾനട്ട്, ആപ്പിള് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും. അത് അങ്ങനത്തെ അനുഭവങ്ങൾ എങ്ങനെയാ? അതിലൊന്നാണ് ഈ യാർസഗുംബ. അതിൻ്റെ അത്ര വില കൊടുപ്പുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല. സ്വർണ്ണത്തിനെക്കാട്ടിയും വിലയുണ്ടല്ലോ. 1 കിലോ യാർസഗുംബ 15,00,000 എന്ന് പറയുമ്പം അത് ചെറിയ പൈസയല്ല. 2 മാസത്തോളം ഞാൻ അത് കഴിച്ചായിരുന്നു. അത് കഴിക്കുമ്പം ശരീരത്തിന് ഉന്മേഷം കിട്ടും. നമുക്ക് കൂടുതൽ നടക്കാം, കൂടുതൽ ചിന്തിക്കാം. പനി, തണുപ്പ്ന്ന് ചൂട് കിട്ടുന്ന ഒരു ബോഡിയൊക്കെ കിട്ടും നമുക്ക്. ഒരു എന്താണത്? പീസാണ്. അത് യാർസഗുംബ എന്ന് പറഞ്ഞാൽ കാച്ചർ ഫില്ലർ ഫംഗസ് എന്ന് പറയും. ഹിമാലയത്തിലൊരു കീടാണുവാണ്. ഈ കീടാണു മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലേന്ന് 2 ഇത് വരും, വേര് വരും. ആ വേരാണ് ഇത്. കീടാചെടി എന്ന് പറയുന്നത്. കീടാചെടി ഹിന്ദി വാക്കാണ്. യാർസഗുംബ ഇംഗ്ലീഷ് പദമാണ്. വിദേശികളാണ് കൂടുതലും കൊണ്ടുപോകുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ട്. അത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിൽ ഒന്ന് ടിബറ്റാണ്, ഒന്ന് നേപ്പാളാണ്, ഒന്ന് ഇന്ത്യയിലെ ഈ ഒരു ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഭാഗമാണ്. ചൈനയിലും കിട്ടുമെന്ന് പറയുന്നു. അപൂർവമായ വസ്തുക്കളാണ്. ഇതിനൊക്കെ വിഷ്വല് കിട്ടിയോ? ഉണ്ട്, ഷൂട്ട് ചെയ്യാൻ വിഷ്വൽസ് ഉണ്ട്, പറ്റിയോ? വിഷ്വൽസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആൾക്കാർ എന്നാ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം. 1,00,000-ന് 15,00,000 ഒക്കെ ഉണ്ടല്ലോ. 1 കിലോന് 15,00,000 ഒക്കെ. എന്നാ അവിടെ എത്തിയിട്ടെന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് കമന്റ് ബോക്സിൽ. യാത്രകളിൽ ഇങ്ങനെ ഒട്ടേറെ നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും നല്ല ഭൂപ്രകൃതിയും ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ അതെ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത്തരം യാത്രകൾക്കിടയിലും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മോശം അനുഭവങ്ങളും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പറയുവാണെങ്കിൽ നേപ്പാളിലെ റാറ തടാകം എന്നുണ്ട്. റാറ എന്ന് പറയുന്നത് ഒരു ശുദ്ധജല തടാകമാണ്. ഒരു ഹിമാലയത്തിലൊരു തടാകം. അവിടേക്ക് പോകുമ്പം VIP ഗസ്റ്റുകൾക്ക് ഈ ഒരു പാർക്കുണ്ട്. അവിടുന്ന് വണ്ടി അലോഡ് ചെയ്യും. ഒരു പാറക്കല്ലിന് മുകളിലൂടെ പോകണ്ട. അത്ര സ്പീഡ് പോയാലും ഒരു പരിധിയുണ്ട്. ഒരു 20 കിലോമീറ്ററിലൊക്കെ പോകാൻ പറ്റും വണ്ടി മെല്ലനെ മെല്ലനെ. അതിലൂടെ അവർക്ക് 1 കിലോമീറ്റർ പോവാം. ടോട്ടൽ പോകേണ്ട ദൂരം എന്ന് പറയുന്നത് 3-4 കിലോമീറ്ററാണ്. ഞാനൊരു തണുപ്പത്ത് അവിടെ എത്തിപ്പെട്ടു. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, നല്ല തണുപ്പുണ്ട്. വീടുകളൊക്കെ പറഞ്ഞാൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ ഒരു ഫാമിലി എനിക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നു. അവിടെ താമസിച്ചോള് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ആൾ വന്നു. ഒരു 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 ഡോക്ടറായിരിക്കും, ഒരു എഞ്ചിനീയറാണെന്ന് തോന്നുന്നു. അവരുടെ കൂടെ ഡ്രൈവറും ഉണ്ട്. ആ ഒരു മനുഷ്യൻ എന്നോട് എവിടെയോ മലയാളിയാണെന്ന് ചോദിച്ചപ്പം കേരളത്തിലെ ആൾക്കാരോട് ഭയങ്കര സ്നേഹം, കേരളത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ വന്നോളൂ, നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആ സന്തോഷത്തിൽ ഒന്നും നോക്കിയില്ല. എൻ്റെ ബാഗിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഈ താമസിച്ച വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴേ പോകാൻ പറ്റില്ല. ബാഗൊക്കെ എടുത്തിട്ട് ഈ വണ്ടിയിലെടുത്ത് വന്നപ്പം ആ വണ്ടിയിനുള്ളിലിരുന്ന ആ സാറ് പറഞ്ഞു അവനെ കയറ്റണ്ട പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അയ്യോ, അത് എനിക്ക് ഒന്ന് തളർന്നു പോയി ജീവിതത്തിൽ. എനിക്ക് തിരിച്ചു പോയി അവരോട് അവരുടെ വീട്ടിൽ പോയി നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ വളരെ ഒരുപാട് വിഷമിച്ചു. പക്ഷേ ആ ഡ്രൈവർക്ക് എൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. ആ ഒരു പാവം മനുഷ്യന് വിഷമവും വന്ന് എന്താ പറയേണ്ടത് അറിയില്ലല്ലോ. ആ ഒരു മനുഷ്യൻ തളർന്നു പോയി. ഇവനാ വണ്ടി കയറ്റണ്ട പറയുമ്പം ഒന്നുമില്ല, ഒരു മനുഷ്യൻ്റെ വിലയില്ലാത്ത പോലെ ആയിപ്പോയില്ലേ. ആ സമയത്ത് ഇവർ വണ്ടി കൊണ്ട് ഈ കട്ടറിലൂടെ പോകണ്ടേ. ഞാൻ ഈ പൈമര കാടുകൾക്കിടയിലൂടെ ഷോർട്ട് കട്ട് മുഖേന അവർക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തിന് മുന്നേ എത്തി. ആ സമയത്ത് ഇവർ വണ്ടി ഓടിച്ച് വരുന്നത് കണ്ടപ്പം ഞാൻ ഒരുപാട് ചിന്തിച്ചു. അവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് അഭിമാനമായിരുന്നു. ഇവർ ഇത്രയും ദൂരം മെല്ലനെ വന്നൊരു സ്ഥലത്ത് ഞാൻ മുന്നേ എത്തിയല്ലോ. കാട്ടിലൂടെ സഞ്ചരിച്ച് കൂടുതൽ നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു. എന്നിട്ട് ആ തടാകം ഞാൻ കാണുന്നൊരു ഫീല് അവിടെ അവർ കണ്ടതിനെക്കാട്ടി എത്രയോ മനോഹരമായിട്ട് എനിക്ക് തോന്നി. തിരിച്ചത് കണ്ട് അവിടുത്തെ നേപ്പാൾ ആർമി എന്ന് പറയും, അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടി. അവരെന്നെ വിളിച്ചിട്ട് അവരുടെ ടേബിളിൽ ഇരുത്തി ഭക്ഷണം തന്ന് അവിടെ താമസം തന്നു എനിക്ക് നല്ല ലക്ഷറി ആയിട്ട്. അത് ആർക്കും കിട്ടാത്തൊരു കാര്യമായിരുന്നു. ഒരു മോശം അനുഭവത്തിൽ നിന്നും നല്ല അനുഭവത്തിലേക്ക് എത്തുന്ന എൻ്റെ ജീവിതത്തിലൊരു ഒരു മനോഹരമായ നിമിഷമായിരുന്നു. ഇത്തരം അനുഭവങ്ങളൊക്കെ പിന്നീട് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് വലിയ ഏഹ്, വലിയ അനുഭവങ്ങളായിട്ടത് ആ, തോന്നും. ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കും. എന്ത് പ്രതിസന്ധികളുണ്ടായാലും അത് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിന് ഉറപ്പുണ്ട് ഇപ്പോൾ. അതാണ്. ഇപ്പോൾ ഈ യാത്രക്കിടയിൽ ധാരാളം കാഴ്ചകൾ സാധാരണ യഥാർത്ഥ സഞ്ചാരികൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നം, എല്ലാവരും നമ്മൾ സഞ്ചാരികളാണ്. കണ്ട കാഴ്ചകൾ, ധാരാളം കാഴ്ചകളും അനുഭവങ്ങളും അതുപോലെ തന്നെ ഒക്കെ നമ്മുടെ അവിടെ കണ്ട പച്ചപ്പും സീനറിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് പകർത്താൻ പറ്റിയ എക്യുപ്ഡ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ അങ്ങനത്തെ നല്ല ഫോണോ അല്ലെങ്കിൽ നല്ല ക്യാമറകളൊക്കെ ഇല്ലാത്ത പ്രയാസം ഒരു പക്ഷേ ഉണ്ടായിരിക്കും. പക്ഷേ ആ, ചിത്രൻ്റെ പുതിയ വീഡിയോകളൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള വിഷ്വൽസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ, കണ്ടിരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴാണ്, നല്ല ക്യാമറ ഒക്കെ ഒരു എപ്പോഴാണ് കയ്യിൽ വരുന്നത്? EMI ആയിട്ടാണ് എടുത്തത്. ലാപ്ടോപ്പും ക്യാമറ എടുത്തത് എൻ്റെ സ്വപ്നമായിരുന്നു. കാരണം
ഇത്രയും നല്ല സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തിലാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണല്ലോ. എൻ്റെ ഇന്ത്യക്കാർക്ക് ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ സ്ഥലങ്ങൾ വെറുതെ പോയാൽ പോരല്ലോ. വെറുതെ പോയിട്ട് ആ കാഴ്ചകൾ കണ്ടുവരുന്ന സഞ്ചാരികളുണ്ട്. അവരും മനോഹരമായ സഞ്ചാരികൾ തന്നെയാണ്. അവരത് എഴുതിയെടുക്കുക, മെമ്മറീസ് ഷെയർ ചെയ്യുക. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഗവൺമെൻറ്റിലേക്ക് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വൈദ്യുതി, അവർക്ക് വേണ്ട കുടിവെള്ളത്തിനുള്ള നല്ല സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എൻ്റെ സ്വപ്നമായിരുന്നു. ഈ വീഡിയോയിലൂടെ അവർക്കത് ലഭിക്കുമൊക്കെ എൻ്റെ ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്യാമറ വേണം, നല്ല ക്വാളിറ്റി വേണം, അതിൻ്റെ സ്റ്റാൻഡ് വേണം, നല്ലൊരു മൊബൈൽ വേണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് ഒരു ക്യാമറ ലോണാക്കി എടുക്കുക, മെല്ലെ മെല്ലെ അടക്കുക. ആ സമയത്ത് ഇപ്പോൾ ആയിട്ടുള്ളൂ കേട്ടോ വരുമാനം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇല്ല സോഷ്യൽ മീഡിയയിൽ. ചെറിയ ചെറിയ ഗിവ് അവേ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ ഇൻകം കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ EMI അടച്ച് എൻ്റെ കുടുംബവും ഈ ക്യാമറേൻ്റെ ലോണും കാര്യങ്ങളൊക്കെ അടച്ച് പോകുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മോണിറ്റൈസേഷൻ ഒന്നും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഉണ്ടാവും. 2-3 ദിവസമൊക്കെ ഒരുമിച്ചിടും. അതൊക്കെ ഓടുന്നതൊക്കെ പറഞ്ഞാൽ 30,000 40,000 അത്രേ ഓടത്തുള്ളൂ. ആൾക്കാർക്ക് ത്രില്ലിങ് കണ്ടന്റാണ് ഇഷ്ടം. ഉദാഹരണം പറയുവാണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മരം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെ പറഞ്ഞാൽ അത് ആൾക്കാർ കാണും. അതിന് മറിച്ച് ഞാൻ ഇന്ന് ഹിമാലയത്തിലേക്ക് പോകുന്നു. അതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരത് കാണും. കാണും. ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ആ 1,00,000 വ്യൂസൊക്കെ പോയാൽ മാത്രമേ ഏണിങ്സ് കിട്ടത്തുള്ളൂ. എനിക്ക് 50,000 രൂപ 60,000 രൂപയൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് 2 തവണ കിട്ടിയ ഏറ്റവും വലിയ ഏണിങ്സ്. എല്ലാവരും ചിന്ത എന്ന് പറയുന്നത് ലക്ഷങ്ങൾ വാരാന്നൊക്കെയാണ്. പിന്നെ ഗിവ് അവേ ഉള്ള പ്ലാറ്റ്ഫോം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു യാത്രാ കമ്പനിക്ക് ഒരു 2 ദിവസത്തെ ടൂർ ഫ്രീ ആയിട്ട് കൊടുക്കുക. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് ഏണിങ്സ് വാങ്ങി സേവിങ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ യാത്രകൾ കൊണ്ടുപോകുന്നത്. ഇപ്പം ചിത്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിത്രനെ നാട്ടുകാർ തിരിച്ചറിയുന്നു. എവിടെ പോയാലും അറിയുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. യാത്രയിൽ ഇപ്പം നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇപ്പം എത്തിയതേ ഉള്ളൂ. എന്നാൽ പോലും എത്തിയപ്പോൾ തന്നെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്കാരിൽ നല്ല സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ ചിത്രൻ എന്ത് വേണമെങ്കിലും നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന കുറേ നല്ല സൗഹൃദങ്ങളെയും കിട്ടിയിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക വിചാരിച്ചാൽ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങുക. ഒന്നും നോക്കരുത്. അതിൽ കുറേ നെഗറ്റീവ് വരും. തിരിച്ച് വലിക്കാൻ ആൾക്കാരുണ്ടാകും, അടിക്കാൻ ആൾക്കാരുണ്ടാകും. എന്നാലും നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ നല്ല സൗഹൃദങ്ങൾ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അത്രമാത്രം കോളുകളായിരുന്നു നാട്ടിലേക്ക് വരുന്നു പറഞ്ഞപ്പം. എൻ്റെ മനസ്സിൽ പോലും അറിയില്ലായിരുന്നു ഇത്രയും ആൾക്കാർ കാണും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു ഇത്ര ആൾക്കാർ വിളിക്കും. എന്തിനാണ് ഇവർ വിളിക്കുന്നത്? അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഒരാൾ വിളിക്കുന്നുണ്ടാവുക. ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിനകത്ത് മറ്റൊരു വ്യക്തിയെ കൂടി അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹൃദയമുള്ള മനുഷ്യരായിരിക്കാം. തിരിച്ചെത്തിയപ്പം നാട്ടുകാർ സ്വന്തം ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം? സന്തോഷം. എല്ലാവർക്കും ഭയങ്കര അഭിമാനം. ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റി. ഇപ്പം സാറിൻ്റെ അടുത്ത് ഇരിക്കുന്നത് പോലും ഈ ഒരു യാത്രകൾ കൊണ്ടുള്ള ഒരു സമ്മാനമായിരിക്കാം. എനിക്ക് എൻ്റെ സംസാരമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അതിലൊന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്കിങ്ങനെ സംസാരിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു സംസാരമാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നല്ല കണ്ണൂർ ശൈലിയിൽ പറയുന്നു. സന്തോഷം. ചിത്രൻ എവിടെയാണ്? കണ്ണൂരിലാണ് അല്ലേ? കണ്ണൂരിൽ പരിയാരത്താണ് എൻ്റെ വീട് വരുന്നത്. അവിടെയുള്ള കൂട്ടുകാരാണ് അതെ അതെ ചിത്രന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളുകൾ. എപ്പോഴും ഉണ്ട്. എനിക്കൊരു 5-6 മെയിൻ കൂട്ടുകാരുണ്ട്. പിന്നെ കോളേജിൽ പഠിച്ച കൂട്ടുകാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂട്ടുകാരാണ്. പക്ഷേ കൂടിയുള്ളൊരു കൂട്ടുകാരൊന്നും ഉണ്ടാവുമല്ലോ. അവരെ സാറൊന്ന് കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. നമുക്കിപ്പം യാത്രകൾ ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതെ. പക്ഷേ ഇതൊരു യാത്രയുടെ അവസാനമല്ല എന്ന് എന്തായാലും ഉറപ്പാണ്. അല്ലല്ല. എന്താണ് നെക്സ്റ്റ്? എനിക്ക് മറ്റുള്ള രാജ്യങ്ങൾ സഞ്ചരിക്കണം. പക്ഷേ ഇന്ന് ഞാൻ ഈ ചുമന്ന ഭാരങ്ങളൊക്കെ പറഞ്ഞ എൻ്റെ രാജ്യം എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ടാണ്. മറ്റുള്ള രാജ്യത്ത് പോകുമ്പം ആദ്യം ചിന്തിക്കുന്ന ഫ്ലൈറ്റ് എന്ന മാർഗ്ഗം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നടന്നു പോകാനൊന്നും പറ്റുന്ന സ്ഥലങ്ങളല്ല. അവിടെ ഇറങ്ങേണ്ട ഫ്ലൈറ്റിന് ചാർജ് എന്ന് സാറിനെന്ന് അറിയാം എത്രമാത്രം പൈസ ഉണ്ടെന്ന്. ജീവിതത്തിൽ ആദ്യമായി ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഇപ്പം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനെത്ര പൈസ വന്നു പോലും എനിക്കറിയാം. അതൊക്കെ എനിക്ക് സപ്പോർട്ട് കിട്ടിയതാണ് കേട്ടോ. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. 44 കിലോ എടുത്തിട്ട് ഒരു രാജ്യത്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ഒരു 5 കിലോ കൂടുതലാകുമ്പോൾ തന്നെ 6,000 രൂപയൊക്കെയാണ് ഒരു ഫ്ലൈറ്റിൽ ഈടാക്കുന്നത്. അത് ഞാൻ ഇന്ന് അറിഞ്ഞു ഈ യാത്രയിൽ. അപ്പം നല്ലൊരു യാത്രാ കമ്പനിയുമായി സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഞാനിപ്പം കാണിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കാഴ്ചകൾ എനിക്ക് കാണിക്കാനുണ്ട്. ഈ ഒരു യൗവനം എനിക്ക് യാത്രകളിലൂടെ മുന്നോട്ട് പോകണം. എൻ്റെ കുടുംബത്തിന് എനിക്ക് ചേർത്ത് പിടിക്കണം. നല്ല കാഴ്ചകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ഒരു സഞ്ചാരിയാവണം. തീർച്ചയായിട്ടും ഈ യഥാർത്ഥ സഞ്ചാരികളെ പിന്തുണയ്ക്കാൻ ധാരാളം ആളുകൾ വരും. അങ്ങനെ നല്ല യാത്രാ പ്രേമികളായ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്പനികളൊക്കെ ചിത്രൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ അടുത്ത യാത്രയിലേക്ക് നോക്കുമ്പോൾ ചിത്രം പറഞ്ഞു കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി കുറച്ച് സമയം കേരളം ഒന്ന് കാണണം അല്ലെങ്കിൽ കേരളത്തിൽ യാത്ര ചെയ്യണം എന്നുള്ള പ്ലാനുണ്ടോ? ഇപ്പോൾ ഈ ദീർഘമായ 3 വർഷത്തെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. പക്ഷേ ഇതൊരു അവസാനമല്ല, ഇത് ഒരിക്കലും തുടരും. തീർച്ചയായിട്ടും. നമ്മുടെ നാട് കേരളത്തിലെ യാത്രകളെക്കുറിച്ചുള്ള പ്ലാനിങ് എങ്ങനെയാണ്?
എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആനമുടിയൊക്കെ ഒന്ന് തനിച്ച് കയറണമെന്ന്. ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടില്ലെന്ന് അറിയാം. ഒരു അത്യാഗ്രഹമാണ് ആയേക്കാം. ആനമുടിയൊക്കെ നല്ല സ്ഥലങ്ങളാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് പീക്കാണല്ലോ ആനമുടി. കുലുക്കുമലയിലൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യണം. അതൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. സൺറൈസ് ട്രക്കിംഗ് ആണ്. ആ, അത് ഒരു ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ മനസ്സിനൊരു ആഗ്രഹം പോലെ. അത് കൂടാതെ തന്നെ നമ്മുടെ ഗവി, വാഗമൺ, മൂന്നാർ, ഇടുക്കിയൊക്കെ ഒന്ന് സഞ്ചരിക്കണം. ഇടുക്കി, വയനാടൊക്കെയാണ് കേരളത്തിൽ തണുപ്പ് കിട്ടുന്ന ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് ആ സമയത്തിനുള്ളിൽ കാണേണ്ട മനുഷ്യരൊക്കെ കണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ആക്കണം. തീർച്ചയായിട്ടും. മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്കുള്ള യാത്രകളെക്കുറിച്ചാണ് ഇനി വലിയ യാത്രകളിൽ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യം പെറു ഉണ്ട്. എന്താ പെറു? ആദ്യം സ്വാഭാവികമായിട്ടും വിദേശത്ത് പോകുന്ന ഒരാൾ ആദ്യം പിക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കില്ലല്ലോ പെറു. എന്തുകൊണ്ടാണ് ചിത്രം പെറുവിനെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ മലയാളി സഞ്ചാരികളുടെ വീഡിയോസിലായാൽ പോലും വിദേശ സഞ്ചാരികളുടെ വീഡിയോസിലായാൽ പോലും പെറുവിൽ പോയിട്ട് ഇവർ നടന്ന് സഞ്ചരിക്കുന്നതും ലിഫ്റ്റ് അടിച്ച് സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഞാൻ പോയ അതേപോലെയുള്ള മൗണ്ടൻ ടെറൈൻസും വ്യത്യസ്തമായ മനുഷ്യരെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ വീഡിയോസിലൂടെ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പൈസ കൂടുതലാണ് അവിടെ, നമ്മുടെ കറൻസി അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ സ്ഥലത്ത് എനിക്ക് ചെല്ലണം എന്നൊരാഗ്രഹം. അപ്പം ഇവിടെ ഈ ഒരു യാത്ര എനിക്ക് സാധിക്കും. അതുകൂടാതെ തന്നെ കസക്കിസ്ഥാൻ മൗണ്ടൻ ടെറൈൻസ് ആണ്. സെൻട്രൽ ഏഷ്യ. മംഗോളിയ, ഇതൊക്കെ ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ്. എനിക്കവിടെ എത്തിക്കിട്ടിയാൽ മതി എങ്ങനെയും. ബാക്കി ഞാൻ എങ്ങനെയും സഞ്ചരിച്ചോളും. ഈ യാത്രകളൊക്കെയും ഹിച്ച് ഹൈക്കിംഗ് അതെ, അതെ. രീതിയിൽ ആ. തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഈ എത്തിപ്പെടാനുള്ള കാര്യം പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോളം എനിക്കത് ചെറിയ കാര്യമല്ല. അതെനിക്ക് ഭയങ്കര റിസ്ക്കാ. തീർച്ചയായിട്ടും ചിത്രനെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആളുകൾ രംഗത്ത് വരും. ചിത്രനെ പിന്തുണയുമായിട്ട് ആളുകൾ എത്തുകയാണെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രൻ നമ്മുടെ മുന്നിലേക്കെത്തും. ഒരു യഥാർത്ഥ സഞ്ചാരി. അതോടൊപ്പം തന്നെ വളരെ ദൈർഘ്യമേറിയ യാത്രകൾ നടത്തി വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സഞ്ചാരി കൂടിയാണ് ചിത്രൻ. ചിത്രൻ്റെ തുടർന്നുള്ള യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.